ഇനി അടുത്തതായിട്ട് ഞാൻ എന്താണ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താക്കാൻ പോവാണ്, അത് പർച്ചേസ് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം പർച്ചേസ് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതേമാതിരി തന്നെ ഹോമിൽ വരാം, ഇൻവെന്ററിയിൽ ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ഇൻവോയ്സ് അടിക്കാം. ഓക്കെ, പർച്ചേസ് ഇൻവോയ്സ് അടിച്ചതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് സൈൻ കാണാം. ഓക്കെ, ഈ പ്ലസ് സൈൻ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനൊരു സംഭവമാണ് വരാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ക്യാഷിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് ചൂസ് ചെയ്യാം. ക്യാഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും ക്യാഷ് വിത്ത് മുനീർ, ക്യാഷ് വിത്ത് റഹ്മത്തുള്ള, ക്യാഷ് വിത്ത് താലിഫ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ആരാ കയ്യിൽ നിന്നാണോ എടുത്ത് കൊടുക്കുന്നത് അവരെ പൈസ വെച്ചിട്ട് ആ പേയ്മെന്റ് നടത്താം. ഓക്കെ, ഇനി ഇല്ല ഞാൻ ഈ സാധനം ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ക്രെഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇപ്പം കറന്റ് MT ഫർവാനിയ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആഡ് ആവും. ഓക്കെ, ഈ ആളെ പേരിൽ ഞാൻ ക്രിയേറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് അടിച്ചതിന് ശേഷം ഞാൻ ആ ഒരു ഇൻവോയ്സ് നമ്പർ കൊടുക്കുന്നു. ആ ഇൻവോയ്സ് നമ്പർ അവർ തന്നിട്ടുള്ള ഇൻവോയ്സ് നമ്പർ പ്രകാരം അത് അതിൻ്റെ അകത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇൻവോയ്സ് ഡേറ്റ്, ചിലപ്പം ഈ ഇൻവോയ്സ് ചിലപ്പം അടിച്ചിട്ടുണ്ടാവുക 9-ാം തീയതി ആയിരിക്കാം, കൈമ കിട്ടുന്നത് 10-ാം തീയതി ആവാം, ചിലപ്പോൾ ഇത് അടിച്ചിട്ടുള്ളത് 7-ാം തീയതി ആവാം. അപ്പം ഇൻവോയ്സിൽ എന്താണോ ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ് ഇതിലും കൊടുക്കുക. അതിനുശേഷം ഈ റിസീവ് ഡേറ്റിൽ നിങ്ങൾക്ക് ഇന്നാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ഡേറ്റിൽ കാണിക്കുക. ഇത് നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ അല്ല. ഈ ഒരു കറൻസി കൺവേർഷൻ റേറ്റ് ഒന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. കാരണം നിങ്ങൾ ഇതൊക്കെ ദുബായിൽ നിന്നും ഒക്കെ വാങ്ങുന്ന സമയത്താണ് ഈ സാധനം വരാം, അതുകൊണ്ട് അത് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇവിടെ ഇനി എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ആ കമന്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പം കറന്റ് ഞാൻ അടിക്കാൻ പോകുന്നത് എയർപോർട്സ് ഒറിജിനൽ ആണ്. ഞാനതൊരു 5 എണ്ണം വാങ്ങുകയാണ്. ഓക്കെ, ഞാൻ വാങ്ങുന്നത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. യൂണിറ്റ് പ്രൈസിലും കൊടുക്കാം, ടോട്ടൽ പ്രൈസിലും കൊടുക്കാം. ഞാൻ യൂണിറ്റ് പ്രൈസിൽ ഞാൻ ഇതിനെന്താണ് ഒരു 22 KD ഞാൻ അടിക്കുകയാണ്. 110 ദിനാറായി എന്ത് ഈ എമൗണ്ട്. അതിനുശേഷം എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, എനിക്കൊരു 10 ദിനാർ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് 10 ദിനാർ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അടിക്കുന്ന സമയത്ത് എത്രയാണോ കുറച്ചിട്ട് കിട്ടുന്ന ആ എമൗണ്ട് അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ യൂണിറ്റിലേക്ക് എന്താവും, ഇത് ഓട്ടോമാറ്റിക്കലി സ്പ്ലിറ്റപ്പ് ആയിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം സേവ് അടിക്കാം. സേവ് അടിച്ചതിന് ശേഷം ഈ സാധനം പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സാധനം പോസ്റ്റായി. ഓക്കെ, പോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പം നമ്മളെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും കണ്ടോ, AMT ഫർവാനിയ അവിടെ 110 ദിനാർ കൊടുക്കാനുണ്ട്. ഏത് കണ്ടോ, ഈ ഏജിംഗ് റിപ്പോർട്ടിൽ ഇവിടെ വന്നു. ഓക്കെ, ഇപ്പം എന്തായി, ഐറ്റം ക്വാണ്ടിറ്റി റീഓർഡറിൽ ഒരു ഐറ്റം ഇല്ല, കാണിക്കുന്നില്ല. ഓക്കെ.